വൃശ്ചികം രാശിക്കാരായ ആൾക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വളരെയധികം ഗുണകരമാവട്ടെ എന്നാണ് എനിക്ക് പറയാൻ. അതായത് ഇവിടെ വിശാഖം നക്ഷത്രം, നാലാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരൊക്കെ തന്നെ വൃശ്ചികം രാശിയിൽപ്പെടുന്നവരാണ്. നിങ്ങളുടേതായ രാശിനാഥൻ്റെതായ പറയുമ്പോൾ ചൊവ്വയാണ് നിങ്ങളുടേതായ രാശി അധിപനം, രാശിനാഥനുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാശി, വൃശ്ചികം രാശി, അതായത് സ്കോർപ്പിയോ, ഒരു തേളിൻ്റെതായ ചിഹ്നമാണ് രാശിയുടേതായ ചിഹ്നമായിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ തൊഴിൽപരമായ രീതിയും ഉദ്യോഗപരമായ രീതിയൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ ഒരു മികച്ച ഒരു മാസമായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ഈ ഓഗസ്റ്റ് മാസം. നിങ്ങളുടേതായ 10ാം ഭാവാധിപനായ സൂര്യന്റെ സഞ്ചാരം ഒരു അനുഗ്രഹം പോലെ തന്നെയാണ് നിങ്ങളുടേതായ ഈ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അതിനുശേഷം നിങ്ങളുടേതായ സ്വന്തം രാശിയായ 10ാം ഭാവത്തിൽ ശക്തമായി സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം കീർത്തിയും പ്രൊമോഷൻ പരമായ കാര്യങ്ങളിലൊക്കെ ഒരു മുന്നേറ്റമൊക്കെ ലഭിക്കുകയും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടേതായ ഇടങ്ങളിൽ നിന്നൊക്കെ ഒരു അംഗീകാരം, പ്രശംസയൊക്കെ ലഭിക്കുന്ന ഒരു കാലം കൂടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പ്രൊമോഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെയും തീർന്നു കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. 10ാം ഭാവത്തിൽ കേതു ഉള്ളതുകൊണ്ട് തന്നെ വിജയം നിങ്ങൾക്ക് ഒരു തൃപ്തിയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മാറ്റമോ ഒക്കെ കൊണ്ട് നൽകിയിരിക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രൊമോഷൻ ആവാം ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നെത്തുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു അല്പം ഇൻക്രിമെന്റ്സ് കിട്ടാതെ ഉള്ള ഒരു കാര്യമോ എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാമെന്നാണ്. അതായത് ലഭിച്ചു, എന്നാൽ അത് നമുക്ക് താല്പര്യമില്ല എന്നൊരു രീതിയും കൂടി നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള രീതിയെ കുറിച്ചിട്ട് വൃശ്ചിക രാശിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ ധനാധിപനായ വ്യാഴം 8ാം ഭാവത്തിലുള്ള, അതായത് അഷ്ടമ ഭാവത്തിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുമാനം വന്നിരുന്നാൽ തന്നെയും അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കാം. ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ വരുമാനം വന്നാലും നമുക്ക് ഇത്തരം സാഹചര്യങ്ങളുടെ പണം ചിലവായി പോകുന്ന ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങളൊക്കെ നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് പുതിയ ചിട്ടിക്കൊക്കെ തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരല്പം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ ഓഗസ്റ്റ് മാസം വൃശ്ചികം രാശിക്കാർക്ക് നിക്ഷേപപരമായ രീതിയിൽ ഇടപെടുന്നത് നല്ല ഒരു സമയമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ ലാഭാധിപനായ ബുധൻ അനുകൂലം ഉള്ളതുകൊണ്ട് തന്നെ വരുമാനത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. അതായത് ഈ വരുമാനത്തിന് കുറവ് ഇല്ല എങ്കിലും നമുക്ക് ചിലവാകുന്ന വഴി മറ്റു വഴികളായതുകൊണ്ട് തന്നെ വരുമാനം കയ്യിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കണക്കാക്കാൻ പറ്റില്ല. കുടുംബപരമായ അന്തരീക്ഷത്തെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ ഇവിടെ കുടുംബജീവിതത്തിന് വളരെയധികം നല്ല ഒരു സമയമായിട്ട് കണക്കാക്കാം. കാരണം ഇവിടെ അർദ്ധാഷ്ടമ ശനി എന്ന ഒരു ഭാവത്തിൽ നിന്ന ശനിയുടേതായ രീതി ഇപ്പൊ മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും. ഇപ്പോൾ 4ാം ഭാവത്തിലുള്ള രാഹു നിങ്ങളുടേതായ അമ്മയുടേതായ ആരോഗ്യപരമായ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തുമെന്നുള്ള ഒരു ചിന്താഗതിയും കൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മാതാവിന് 4ാം ഭാവത്തിലുള്ള രാഹു എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നൽകും എന്നും കൂടി മനസ്സിലാക്കാം. എന്നാലും ഓഗസ്റ്റ് മാസം 21ാം തീയതിക്ക് ശേഷം സപ്തമാധിപത്യത്തിലുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമായി വരും. അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന്, ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് എന്നിങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്തരത്തിൽ ഭാഗ്യമൊക്കെ അനുകൂലമായി വരും. ഇവിടെ പഞ്ചമാധിപനായ വ്യാഴം 8ാം ഭാവത്തിലുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടേതായ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഒക്കെ നിങ്ങളുടെ ചില സംശയങ്ങൾക്കൊക്കെ ഇടയാക്കാം. അതായത് പ്രേമബന്ധങ്ങളിലൊക്കെ പോകുന്നുണ്ടോ, മറ്റു വല്ല കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെയും നിങ്ങളിലേക്ക് പ്രാപ്തമാക്കുന്ന ഒരു സമയം. ഇതൊരു ആശങ്ക മാത്രമാണ് എന്ന് ചിന്തിച്ചാൽ മതിയാകും. കാരണം സാധാരണഗതിയിലുള്ള ഒരു ഇടപെടലൊക്കെ തന്നെയായിരിക്കാം കുട്ടികളിൽ നിന്ന് വരിക. സംശയകരമായ രീതിയിൽ അവരെ കാണണ്ട എന്നാണ് ഞാനിവിടെ പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടും ഇവിടെ നോക്കുന്ന സമയത്ത് ചൊവ്വ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ഊർജം, അതായത് ഒരു പ്രസരിപ്പ് ഒക്കെ വളരെയധികം ശക്തമായിരിക്കും. എന്തെങ്കിലും നിസ്സാരമായ അസുഖങ്ങളൊക്കെ വന്നാലും അതൊക്കെ അവഗണിച്ച് ജോലിക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വരിക. എന്നിരുന്നാലും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യത്തിന് അഷ്ടമ ഭാഗത്തുള്ള ഈ ഗുരുവിൻ്റെതായ വ്യാഴത്തിൻ്റെതായ ഒരു ഇടപെടലും ശുക്രൻ്റെതായ ഇടപെടലും ഇവരുടേതായ യോഗം, അതായത് വ്യാഴം ശുക്ര സംക്രമം, ഇത് നമുക്ക് ഒരു അനുകൂലമായ ഫലത്തെ പ്രദാനം. കാര്യം
ത്വക്ക് സംബന്ധപ്പെട്ട എന്തെങ്കിലും അലർജി പോലുള്ള എന്തെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കും. ഇവിടെ ദീർഘകാലങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ BP, ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ വ്യാഴം, ശുക്രം എന്നീ 2 ഗ്രഹങ്ങളുടേതായ ഒരു ഇടപെടൽ നിങ്ങൾക്ക് കൊണ്ടു നൽകാം എന്ന് ഇവിടെ മനസ്സിലാക്കാം. വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങളെ ഈ ജങ്ക് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കണമെന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. അതുപോലെ ഗ്യാസൊക്കെ കയറുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക. നിസ്സാരമെന്ന് കരുതുന്ന ചിലപ്പോൾ ഒരു 10-20 രൂപയുടെ ഒരു കുപ്പി വെള്ളമായിരിക്കാം നമുക്ക് ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണമെന്ന് ഞാനിവിടെ ഈ വൃശ്ചികം രാശിക്കാരോട് പറയുകയാണ്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം 17-ാം തീയതിക്ക് ശേഷം സൂര്യൻ്റെതായ ബലം വളരെ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊക്കെ വളരെയധികം പുരോഗതിയൊക്കെ വന്നു ചേരും. പുരോഗതിയൊക്കെ വന്നു ചേരും എന്ന് ഞാൻ പറഞ്ഞിരുന്നാൽ തന്നെയും ഇവിടെ 7-ാം ഭാവാധിപനായ ശുക്രൻ മാസത്തിന്റെ ഭൂരിഭാഗവും, അതായത് മാസത്തിൻ്റെതായ ഒരു 90% അഷ്ടമ ഭാവത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ തൊഴിൽ പങ്കാളിയുമായിട്ടോ കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായിട്ടോ ഒക്കെ ചില പ്രശ്നങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമാവും. അതുകൊണ്ട് ബിസിനസ്സിൽ പെട്ടെന്ന് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബിസിനസ് നിന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് പുതിയ രീതിയിൽ ലോണൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ മാസം ഈ ബിസിനസ് പങ്കാളിത്തപരമായ ബിസിനസ്സുകൾക്ക് അനുകൂലമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടേതായ വർഷങ്ങളായിട്ട് അടുപ്പമുള്ള തൊഴിൽ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് എന്നേക്കുമായി പിണങ്ങേണ്ട സാഹചര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ബോധപൂർവം നമ്മൾ അറിഞ്ഞ് ചിന്തിച്ചാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. വിദ്യാർത്ഥികളുടേതായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ മാത്രമായിരിക്കും വളരെയധികം ഫലത്തെ നൽകുക. അതുകൊണ്ട് തന്നെ ഏകാഗ്രമായ രീതിയിൽ നല്ല രീതിയിൽ പഠനം നടത്തിയാൽ മാത്രമായിരിക്കും ഇവർക്ക് ഓണപരീക്ഷയിലൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുവാനും തൊഴിൽപരമായ രീതിയിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെയും നല്ല രീതിയിൽ അധ്വാനിച്ചാൽ മാത്രമായിരിക്കും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ലഭിക്കുക. ഒരു പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നല്ല മാർക്കൊക്കെ വാങ്ങിയാൽ മാത്രമായിരിക്കും അവർക്ക് നല്ല ഉന്നതമായ നിലയിൽ ചെന്നെത്താനൊക്കെ കഴിയുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ പഞ്ചമാധിപതിനായ ശനി വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുമെന്നുള്ളതിന് സംശയം. അതായത് മത്സര ബുദ്ധിയോടുകൂടി പഠിച്ചാലേ ഇവിടെ വിജയം നൽകൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലേക്ക് ഒരു താല്പര്യക്കുറവൊക്കെ വന്നു ചേരും. അതുകൊണ്ട് നല്ല ഉത്സാഹഭരിതമായി പഠിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ പരിഹാരത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വ്യാഴം അഷ്ടമ വ്യാഴമായതുകൊണ്ട് തന്നെ ഇവിടെ ശിവഭഗവാനെ പൂജിക്കുന്നത്, അല്ലെ ശിവഭഗവാന് ഞായറാഴ്ച ദിവസം കൂവളമാല ചാർത്തുക, ഭസ്മാം അഭിഷേകം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെതായ ഒരു അനുകൂലം ലഭിക്കുന്ന ഒരു വ്യാഴാഴ്ച തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ ഞായറാഴ്ച ദിവസം ശിവഭഗവാൻ കൂവളമാലയോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചനകളൊക്കെ നടത്തുന്നത് ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കും. അതില്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ, ദക്ഷിണാമൂർത്തി സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി അല്ല, സ്വാമി ഗുരുവായ ദക്ഷിണാമൂർത്തിയുടേതായ ശില ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യോഗീശ്വരൻ്റെതായ പ്രതിഷ്ഠകളോ അവിടുത്തെ സങ്കല്പ പീഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ല ഫലത്തെ നൽകും. അല്ലെങ്കിൽ ഗുരുപ്രതിഷ്ഠ, ഗുരുസങ്കല്പമുള്ള ക്ഷേത്രങ്ങൾ, ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ കരിക്കകം ദേവീക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ഗുരുവിൻ്റെതായ ആ സങ്കല്പ പ്രതിഷ്ഠയുണ്ട്. അതുപോലെ യോഗീശ്വരൻ്റെതായ പ്രതിഷ്ഠ ഒക്കെ, ഇങ്ങനെയുള്ള പ്രതിഷ്ഠയെല്ലാം സങ്കല്പം വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെതായ ദുഃഖത്തിന് ഒരുവിധം പരിഹാരം ലഭിക്കും, ഒരുവിധമല്ല നല്ല പരിഹാരം ലഭിക്കും. ഇപ്പോൾ രാഹുവിൻ്റെതായ ആ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്ന വളരെയധികം നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യും. അത് 12 രാശികൾക്കും രാഹു വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല. ഇവിടെ കേതുവിൻ്റെതായ കാര്യത്തിന് വേണ്ടിയിട്ടും ഇവിടെ കുടുംബപരമായ സംതൃപ്തിക്കും തൊഴിൽ സംതൃപ്തിക്കോ വേണ്ടിയിട്ട് വിഘ്നേശ്വര ഭഗവാനെ പൂജിക്കുന്നത് നന്നായിരിക്കും. അതായത് മാസത്തിലൊരിക്കൽ ഗണപതി ഹോമത്തിന് കൊടുക്കുക, മാസത്തിലൊരിക്കൽ കദളിപ്പഴമോ അങ്ങനെ എന്തെങ്കിലും നൈവേദ്യമായിട്ട് വിഘ്നേശ്വരന് നൽകി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ചൊവ്വായ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നത്, അതായത് വ്യാഴാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറ്റിലമാല ചാർത്തുന്നതും ഒക്കെ ഈ ചൊവ്വയുടേതായ കാഠിന്യത്തിന് വളരെയധികം കുറവുണ്ടാക്കും.